കേരളം രൂപീകൃതമായതിനു ശേഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യത്തെ സ്ത്രീ ലൂസി. 1968 ഫെബ്രുവരി 9 വലിയൊരു എയർ ബാഗുമായി തൊടുപുഴയ്ക്കടുത്തുള്ള മാരിക പള്ളിയിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. വല്ലാതെ കിതച്ചുകൊണ്ടായിരുന്നു ആ സ്ത്രീ പള്ളിയിലേക്ക് കടന്നു വന്നത്. അവരുടെ പേരായിരുന്നു ലൂസി. പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ എച്ചമായിരുന്ന ജോസഫ് മാഷിന്റെ ഭാര്യ. ആ കുടുംബത്തെയും ജോസഫ് മാഷിനെയും ലൂസിയെയും എല്ലാവർക്കും വളരെ നന്നായി അറിയാമായിരുന്നു. പള്ളിയിലേക്ക് കയറിയ ഉടൻ ലൂസി വികാരി അച്ഛനോട് ഒരാവശ്യം അറിയിച്ചു. മരിച്ചവർക്കായി കുർബാന നടത്തണം. കുർബാന ചെലവിനായി അന്നത്തെ 4 രൂപ 25 പൈസ ലൂസി തന്റെ പേഴ്സിൽ നിന്നും അച്ഛന് നേർക്ക് നീട്ടി. എന്നാൽ അച്ഛൻ ശ്രദ്ധിച്ചത് ലൂസിയുടെ പേഴ്സിനകത്തെ ഒരു കെട്ട് നോട്ടുകെട്ടുകളായിരുന്നു. എന്തിനാണ് കുഞ്ഞെ നീ ഇത്രയും പണക്കെട്ടുകൾ നിന്റെ കയ്യിൽ കരുതിയിരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ലൂസി വളരെ ധൃതിപ്പെട്ട് ഉത്തരം പറഞ്ഞു. വീട്ടിൽ ആരുമില്ല, മാഷ് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അച്ഛന് സ്തുതിയും വെച്ച് അവൾ തിരിച്ചു നടന്നു. വീണ്ടും എന്തോ ഒന്ന് ഓർത്തതുപോലെ അവൾ പള്ളിയിലേക്ക് കയറി അച്ഛനെ ഒരു ബാഗ് ഏൽപ്പിച്ചു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഈ ബാഗ് ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറന്നു നോക്കാൻ പാടുള്ളൂ. ഈ ഒരു ഉറപ്പിന്മേൽ അവൾ പള്ളിയിൽ നിന്നും ഇറങ്ങാൻ ആരംഭിച്ചു. വല്ലാത്തൊരു സംശയം തോന്നിയ അന്നത്തെ വികാരി അച്ഛൻ ലൂസിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, 1 മിനിറ്റ്, എന്തായാലും ഈ പെട്ടി തുറന്നതിന് ശേഷം മാത്രം നീ ഇവിടെ നിന്ന് പോയാൽ മതി. അച്ഛൻ വേഗം ധൃതിപ്പെട്ട് അവിടുത്തെ ജോലിക്കാരനെ വിളിച്ചു. അപ്പോഴേക്കും ലൂസി പല തവണയായിട്ട് ഈ ബാഗ് തുറക്കരുതെന്ന് ശാഠ്യം പിടിക്കുന്നുണ്ടായിരുന്നു. ജോലിക്കാരൻ പെട്ടി തുറന്നു. തുറക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അസഹനീയമായ മണം പെട്ടിയിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്നാൽ അത് തുറന്നപ്പോൾ കണ്ട കാഴ്ച അതിലും ഭയങ്കരമായിരുന്നു. ലൂസിയുടെയും ജോസഫ് മാഷിന്റെയും 1.5 വയസ്സുള്ള ഇളയ പുത്രി ആ ബാഗിനകത്ത് ചലനമറ്റ നിലയിലായിരുന്നു. ആ ശരീരത്തിൽ നിറയെ പൗഡർ വിതറിയിട്ടുണ്ടായിരുന്നു. ബാഗിനകത്തെ ആ കുഞ്ഞിന്റെ ചലനമറ്റ മുഖം കണ്ടപ്പോൾ തന്നെ അച്ഛൻ വേഗം തന്നെ നാട്ടുകാരെ വിളിച്ചു, കൂടെ പോലീസിനെയും. പള്ളിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ലൂസിയെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. നിമിഷ നേരം കൊണ്ട് തന്നെ പോലീസ് അവിടെ എത്തി. നിശബ്ദയായി നിൽക്കുന്ന ലൂസിയെ അവർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. എന്തിനായിരിക്കാം ലൂസി തന്റെ മകളെ കൊന്നത്? എവിടെ നിന്നായിരിക്കാം ലൂസിക്ക് ഇത്രയധികം പണം ലഭിച്ചത്? ലൂസി ഇത്രയും നീചയായ ഒരു സ്ത്രീയായിരുന്നു, ഒരമ്മയായിരുന്നു. പോകാം നമുക്ക് മാരിക കൊലക്കേസിന്റെ വേരുകൾ തേടി. കാലങ്ങളിൽ പുറപ്പുഴ ഗ്രാമത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ എച്ചമായിരുന്നു ജോസഫ് മാഷ്. കുറെ കാലം സ്കൂൾ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അതേ സ്കൂളിൽ തന്നെ പ്രധാന അധ്യാപകനാവുകയായിരുന്നു ജോസഫ് മാഷ്. അത് അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അത്രയ്ക്കും സിൻസിയർ ആയിട്ടുള്ള ഒരു അധ്യാപകൻ. അധ്യാപന ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ കൈവരിച്ചിരുന്ന ജോസഫ് മാഷിന് തന്റെ വ്യക്തി ജീവിതത്തിൽ പല പാളിച്ചകളും സംഭവിച്ചിരുന്നു. ജോസഫ് മാഷിന്റെ ആദ്യ വിവാഹത്തിൽ 2 ആൺമക്കളുണ്ടായിരുന്നു. 9 വയസ്സുള്ള ജോസും 2 വയസ്സുള്ള ലൂക്കാസും. വളരെ കൂടുതൽ കാലം ആ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നില്ല. ഭാര്യയുടെ അപ്രതീക്ഷിത വിയോഗം ജോസഫ് മാഷിനെയും മക്കളെയും ജീവിതത്തിൽ തനിച്ചാക്കി. ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന ചിന്തയിൽ നിന്നും ജോസഫ് മാഷിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയാണ് ലൂസി. ജോസഫ് മാഷ് തന്റെ 2 ആൺമക്കളെയും ലൂസിയെ ഏൽപ്പിച്ചു. ലൂസി ആ 2 ആൺമക്കൾക്കും നല്ലൊരു അമ്മയായിരുന്നു. തന്റെ സ്വന്തം മക്കളെ പോലെ രണ്ടാനമ്മ എന്ന വേർതിരിവില്ലാതെ ലൂസി ആ മക്കളെ പൊന്നുപോലെ നോക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് വൈകാതെ തന്നെ 2 മക്കൾ കൂടെ പിറന്നു. പയസ് എന്ന ആൺകുട്ടിയും ബീന എന്ന പെൺകുഞ്ഞും. 1968, അതായത് ഈ ക്രൈം നടക്കുന്ന സമയത്ത് ജോസും ലൂക്കായും ടീനേജിൽ എത്തി നിൽക്കുന്ന 2 ആൺകുട്ടികൾ. പയസിന് 9 വയസ്സ്, ബീനയ്ക്ക് 1.5 വയസ്സ് പ്രായം. മക്കൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള വേർതിരിവും ലൂസി അന്ന് കാണിച്ചിരുന്നില്ല. 1968 ഫെബ്രുവരി 7 പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നിന്നും അധ്യാപകരും കുട്ടികളും 1 ഡേ ടൂർ പ്ലാൻ ചെയ്തു. ആ ടൂറിൽ അവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്ന ജോസഫ് മാഷും കൂടെ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള, അതായത് ലൂസിയുടെ ആദ്യത്തെ മകനായിട്ടുള്ള പയസും കൂടെ പോകുന്നുണ്ട്. 1 ഡേ ട്രിപ്പ് ആയിരുന്നു അത്. രാവിലെ 7 മണിക്ക് സ്കൂളിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം 8 മണിയോടുകൂടി സ്കൂളിലേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെ തിരിച്ചെത്തിയ എല്ലാ വിദ്യാർത്ഥികളെയും അവരവരുടെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് പ്രധാന അധ്യാപകരും മറ്റ് അധ്യാപകരും വീട്ടിലേക്ക് മടങ്ങിയത്. എല്ലാ കുട്ടികളെയും വീട്ടിലേക്ക് വിട്ടതിന് ശേഷം ജോസഫ് മാഷ് തന്റെ മകനെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലേക്ക് എത്തിയ ജോസഫ് മാഷ് ചുറ്റും നോക്കി. മക്കളെ ആരെയും കാണാനില്ല. എവിടെ തന്റെ മക്കൾ എന്ന ചോദ്യത്തിന് ലൂസി പറഞ്ഞ മറുപടി അവരെല്ലാം നേരത്തെ ഉറങ്ങിയെന്നായിരുന്നു. ടൂറിന്റെ ക്ഷീണം കൊണ്ടോ ജോസഫ് മാഷ് കൂടുതലൊന്നും അന്വേഷിക്കാൻ നിന്നില്ല. അതുമല്ല, ഭക്ഷണം പോലും പുറത്തുനിന്ന് കഴിച്ചു എന്ന് ജോസഫ് മാഷിന്റെ മറുപടി കേട്ട്
ലൂസി അകത്തേക്ക് കയറിപ്പോയി. ജോസഫ് മാഷിന് അന്നത്തെ ടൂറിന്റെ ക്ഷീണം കൊണ്ടാവാം പിന്നെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. അദ്ദേഹം നേരെ റൂമിലേക്ക് പോയിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. ഒരു ദിവസത്തെ മൊത്തം അലച്ചിൽ കൊണ്ടായിരിക്കാം അന്ന് മാഷ് വളരെ ക്ഷീണിതനായിരുന്നു. വേഗത്തിൽ ഉറങ്ങിപ്പോയി. അതുപോലെ തന്നെ ആയിരുന്നു മകൻ പയസും. ഫെബ്രുവരി 8 സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തിയ അധ്യാപകർക്ക് പതിവിലും വിപരീതമായ ഒരു ദിവസമായിരുന്നു അത്. എന്നും രാവിലെ സ്കൂൾ തുറക്കുന്ന പ്രധാന അധ്യാപകൻ എത്തിയില്ല. അല്പനേരം ആ ടീച്ചർ കാത്തുനിന്നു. പിന്നീട് പല അധ്യാപകരും വന്നു. എന്നാൽ HM മാത്രം വന്നില്ല. നേരത്തെ സ്കൂൾ വരുന്നതും വൈകി സ്കൂൾ വിട്ടു പോകുന്നതും ജോസഫ് മാഷ് ആയതിനാൽ ആ സ്കൂളിന്റെ താക്കോൽക്കൂട്ടം എന്നും HMന്റെ കയ്യിലായിരുന്നു. നേരം വൈകിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഒരു ടീച്ചർ ജോസഫ് മാഷിന്റെ വീട്ടിലേക്ക് താക്കോൽ എടുക്കാൻ നടന്നു. തലേ ദിവസത്തെ യാത്ര ഒരുപക്ഷെ മാഷിനെ ക്ഷീണിതനാക്കിയിട്ടുണ്ടാകും, അധ്യാപകർ പരസ്പരം പറഞ്ഞു. താക്കോൽ എടുക്കാൻ വീട്ടിലേക്ക് എത്തിയ ടീച്ചർ മാഷിനെ പലതവണ വിളിച്ചു. എന്നാൽ വാതിൽ തുറന്നത് ലൂസി ആയിരുന്നു. ജോസഫ് മാഷ് ആശുപത്രിയിൽ പോയിട്ടുണ്ട്. ഇന്നലത്തെ യാത്ര പുള്ളിയെ വല്ലാതെ ക്ഷീണിതനാക്കിയിട്ടുണ്ട്. സ്കൂളിന്റെ താക്കോൽ വാങ്ങാൻ ഒരാൾ വരുമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നും മാഷ് നേരെ സ്കൂളിലേക്ക് വരും. ഇത്രയും പറഞ്ഞ് ലൂസി കയ്യിലെ താക്കോൽ കൂട്ടം ആ ടീച്ചറിനെ ഏൽപ്പിച്ചു. എന്നിട്ട് വേഗം തന്നെ വാതിലടച്ചു. പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ താക്കോലുമായി ടീച്ചർ സ്കൂളിലെത്തി. വൈകുന്നേരം സ്കൂൾ അടച്ച് താക്കോൽ ഏൽപ്പിക്കാൻ HM ഇതുവരെ വന്നില്ല. അന്ന് ഇന്നത്തെ പോലെ ഫോണുകളൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ താക്കോൽ എടുത്തിട്ട് വീണ്ടും ജോസഫ് മാഷിനെ ഏൽപ്പിക്കുക തന്നെ. അങ്ങനെ ഒരു ടീച്ചർ വേഗം താക്കോലും എടുത്തിട്ട് ജോസഫ് മാഷിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴും വാതിൽ തുറന്നത് ലൂസി ആയിരുന്നു. മാഷ് ഇതുവരെ ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയില്ല എന്ന ലൂസിയുടെ മറുപടി കേട്ട് അധ്യാപകൻ തിരിച്ചു പോവുകയായിരുന്നു. ഇത്തവണയും കൂടുതലൊന്നും സംസാരിക്കാതെ ലൂസി വേഗത്തിൽ താക്കോൽ വാങ്ങി വാതിലടച്ചു. ഫെബ്രുവരി 9 ഇത്തവണയും അധ്യാപകരും കുട്ടികളും സ്കൂൾ വാതിൽക്കൽ HMനെയും കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ ജോസഫ് മാഷിന് കാര്യമായി എന്തോ പ്രശ്നമുണ്ട്, അധ്യാപകർ പരസ്പരം പറഞ്ഞു. വീണ്ടും ഒരാൾ താക്കോൽ വാങ്ങാൻ HMന്റെ വീട്ടിലെത്തി. പലതവണ കോളിംഗ് ബെൽ അടിച്ചുവെങ്കിലും ആരും വാതിൽ തുറന്നില്ല. ഒരനക്കവും അകത്തു നിന്ന് കേട്ടില്ല. താക്കോൽ വാങ്ങാൻ വന്നയാൾ അയൽവാസികളോട് കാര്യം തിരക്കി. കഴിഞ്ഞ 2 ദിവസമായി മാഷിന്റെ വീട്ടിൽ നിന്നും ഒരാളെ പോലും പുറത്തേക്ക് കാണുന്നില്ല. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഇടയ്ക്കൊന്ന് പുറത്തു വന്ന് കളിക്കുന്നുണ്ടാവും, അതുപോലും ഇല്ല. ഇത്രയും കേട്ട അധ്യാപകൻ നേരെ സ്കൂളിലേക്ക് മടങ്ങിപ്പോയി. സ്കൂൾ തുറക്കാത്തതിനെ തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളെല്ലാം വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷമാണ് ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ സംഭവം നടക്കുന്നത്. ലൂസി ബാഗുമായി പള്ളിയിലേക്ക് പോയതും ബാഗ് തുറന്ന അച്ഛനും നാട്ടുകാരും കണ്ട കാഴ്ചയും അവർ പോലീസിനെ വിളിച്ചതും ലൂസിയെ അറസ്റ്റ് ചെയ്തതും. സ്വന്തം മകളെ ക്രൂരമായി കൊന്ന് ബാഗിലാക്കിയ ഒരമ്മ, ഒരു ക്രൂരയായ അമ്മ, അതായിരുന്നു ലൂസി നാട്ടുകാരുടെയും പള്ളിയുടെയും പോലീസുകാരുടെയും മുന്നിൽ. പോലീസ് കേസ് ഫയൽ ചെയ്തു, ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് ലൂസി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസും നാട്ടുകാരും എന്തിന് ഈ കേരളം ഒന്നടങ്കം ഞെട്ടിത്തരിച്ചുപോയി. ഒന്നല്ല രണ്ടല്ല, പല പല കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു അത്. പ്രതിയായ ലൂസിയെ തെളിവെടുപ്പിനായി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ജനങ്ങൾ കൂടി നിന്നിരുന്നു അവിടെയൊക്കെ. ജോസഫ് മാഷും മക്കളും എവിടെ എന്ന ചോദ്യത്തിന് ലൂസി പിറകുവശത്തെ വൈക്കോൽ കൂന ചൂണ്ടിക്കാണിച്ചു. പോലീസ് വൈക്കോൽ കൂന മാറ്റി മാറ്റി നോക്കുമ്പോൾ അസഹനീയമായ ദുർഗന്ധം വരാൻ തുടങ്ങി. ഒടുക്കം ഡീകമ്പോസ്ഡ് ആയ 2 ശരീരങ്ങൾ ആ വൈക്കോൽ കൂനയിൽ നിന്നും അവർക്ക് കണ്ടുപിടിക്കാനായി. അത് മറ്റാരുമായിരുന്നില്ല, ജോസഫ് മാഷിന്റെ ആദ്യ ഭാര്യയിലെ ടീനേജുകാരായ 2 ആൺമക്കൾ, ജോസും ലൂക്കായും. അതിക്രൂരമായ ആയുധം കൊണ്ട് പല തവണ അടിച്ച് മുഖം വികൃതമാക്കിയ രീതിയിലായിരുന്നു ആ ശരീരങ്ങൾ ഉണ്ടായിരുന്നത്. ഒരുതരം പക തീർത്ത പോലെയായിരുന്നു ആ ശരീരത്തോട് ലൂസി ചെയ്തത്. ഈ ശരീരങ്ങളെ കണ്ടപ്പോൾ നാട്ടുകാരിലും പോലീസുകാരിലും ഉണ്ടായിരുന്ന ഭയവും ലൂസിയിൽ യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ജോസഫ് മാഷ് എവിടെയായിരിക്കാം? വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ലൂസിയോട് ചോദിച്ചു, ജോസഫ് മാഷ് എവിടെ? നിശബ്ദമായിക്കൊണ്ട് അവൾ വീണ്ടും കൈകൾ നേരെ ചൂണ്ടിയത് മറ്റൊരു വൈക്കോൽ കൂനയിലേക്കായിരുന്നു. ഒട്ടും താമസിക്കാതെ പോലീസ് അടുത്ത വൈക്കോൽ കൂന തുറന്നു നോക്കി. അതിനകത്ത് തുറന്നു നോക്കിയപ്പോൾ വളരെ വളരെ മൃഗീയമായി പലതവണ അടിച്ച് വികൃതമാക്കിയ ജോസഫ് മാഷിന്റെ ശരീരമായിരുന്നു കണ്ടത്. ഒരു വ്യക്തി തന്റെ എല്ലാവിധ വൈരാഗ്യങ്ങളും തീർത്ത ഒരു കൊലപാതകം പോലെ. തൊട്ടടുത്ത് തന്റെ മകൻ പയസിന്റെ ശരീരവും ഉണ്ടായിരുന്നു. മറ്റു ശവശരീരങ്ങൾ പോലെ വികൃതമായ നിലയിലല്ലായിരുന്നു അത്. തലയിൽ നിന്നും അമിതമായി രക്തസ്രാവം വന്നായിരുന്നു പയസ് മരിച്ചെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് മനസ്സിലായി. ബീനമോളുടെ കുഞ്ഞു ശവശരീരവും കയ്യിൽ പിടിച്ച് ലൂസിയെയും കൊണ്ട് ആ നാട്ടിലെ പല സ്ഥലങ്ങളിലേക്കും പോലീസ് തെളിവെടുപ്പിനായി പോയെന്ന് ഇന്നും ചങ്കിടിപ്പോടെ ഓർക്കുന്ന നാട്ടുകാരുണ്ട്. ഒരമ്മയായി ഈ കുടുംബത്തെ നയിച്ചിരുന്ന നീ എന്തിനീ കുഞ്ഞുങ്ങളെ ഇത്രയും ക്രൂരമായി കൊന്നു? നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അധ്യാപകനെ നിഷ്കരണം കൊല്ലാൻ മാത്രം എന്താണ് അയാൾ നിന്നോട് ചെയ്തത്? സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കൊന്നിട്ട് നീ എന്ത് നേടി? പോലീസിന്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ലൂസിയെ വല്ലാത്തൊരവസ്ഥയിലാക്കിയിരുന്നു. അവർ പോലീസിനോട് കുറ്റസമ്മതം നടത്താൻ തുടങ്ങി. ആദ്യ ഭാര്യയുടെ മരണശേഷം ജോസഫ് മാഷിന്റെയും 2 ആൺമക്കളുടെയും ജീവിതത്തിൽ
വല്ലാത്തൊരു പ്രതീക്ഷയോടെയായിരുന്നു ലൂസി കയറി വന്നത്. അവിടുത്തെ 2 ആൺമക്കൾക്കും ലൂസി സ്വന്തം അമ്മ തന്നെയായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ജോസഫ് മാഷിന്റെ സ്വഭാവം മാറി തുടങ്ങി. ഫിസിക്കലി ആൻഡ് മെന്റലി ജോസഫ് മാഷ് ലൂസിയെ ടോർച്ചർ ചെയ്യാൻ ആരംഭിച്ചു. ജോസഫ് മാഷിന്റെ സഹോദരനും ലൂസിയെ ടോർച്ചർ ചെയ്തെന്ന് ലൂസി പോലീസിന് മൊഴി നൽകിയിരുന്നു. കല്യാണം കഴിച്ചു വന്നപ്പോൾ കൊണ്ടുവന്ന സ്ത്രീധനത്തെ ചൊല്ലിയായിരുന്നു വഴക്കുകൾ പലപ്പോഴും നടന്നിരുന്നത്. വർഷങ്ങൾ കടന്നുപോയി. ലൂസിക്ക് ഒരു ആൺകുഞ്ഞും ഒരു മകളും ഉണ്ടായി. എന്നിട്ടും ജോസഫ് മാഷിന്റെ ഉപദ്രവം കൂടിയതല്ലാതെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മക്കളുണ്ടായില്ലെങ്കിലും മാഷിന്റെ സ്വഭാവം മാറുമെന്ന് കരുതിയ ലൂസിക്ക് തെറ്റി. പിന്നെ ലൂസിയുടെ പ്രതീക്ഷ താൻ എടുത്തു വളർത്തിയ 2 ആൺമക്കളിലായിരുന്നു. അവർ വളർന്നാൽ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ലൂസി വിചാരിച്ചു. എന്നാൽ അവർ വളർന്നപ്പോൾ ജോസഫ് മാഷിന്റെ മാനസിക പീഡനവും ശാരീരിക പീഡനവും കണ്ടപ്പോൾ ജോസും ലൂക്കാസും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിരുന്നില്ല. അച്ഛൻ തരുന്ന അതേ അവഗണന ആ മൂത്ത ആൺമക്കളിൽ നിന്നും കൂടി ലഭിച്ചപ്പോൾ ലൂസിക്കത് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. മാനസിക ശാരീരിക പീഡനം ലഭിച്ച് മനസ്സുമടുത്ത ഒരുതരം ക്രൂവൽ മാനസികാവസ്ഥയിലൂടെ ലൂസി കടന്നു പോകുകയായിരുന്നു. ഇത് ലൂസി ഒരിക്കൽ തന്റെ സഹോദരനോട് വിളിച്ചു പറഞ്ഞു. സഹോദരൻ ഇതിനെക്കുറിച്ച് മാഷിനോട് ചോദിച്ചപ്പോൾ ജോസഫ് മാഷിന്റെ സഹോദരനും കൂടി ലൂസിയുടെ സഹോദരനെ ദേഹോപദ്രവം ചെയ്തു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലൂസിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. പിന്നീട് ഓരോ ദിവസവും ലൂസി തന്റെ പ്ലാനിംഗ് നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി വന്ന ഒരു ദിവസമായിരുന്നു 1968 ഫെബ്രുവരി 7 ജോസഫ് മാഷ് പൈസനെയും കൂട്ടി ടൂറ് പോയ ദിവസം. ജോസും ലൂക്കായും വേറെ വേറെ മുറികളിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. കൃത്യം നടത്താനായി ഒരു കമ്പിപ്പാരയുമായി ലൂസി ജോസിന്റെ മുറിയിലേക്ക് എത്തി. ഉറങ്ങിക്കിടന്ന ജോസിന്റെ തലയിൽ കയ്യിൽ കരുതിയ പാര കൊണ്ട് ശക്തിയായി അടിച്ചു. ഒറ്റയടിയിൽ തന്നെ ആ കുട്ടി മരിച്ചെങ്കിലും പലതവണ ലൂസി അടിച്ചു. കാലും കൈയും അടിച്ചു പൊട്ടിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല, നേരെ പോയത് ലൂക്കായുടെ മുറിയിലേക്കായിരുന്നു. ജോസിനെ ചെയ്ത അതേ ക്രൂരത ലൂസി ലൂക്കായോടും ചെയ്തു. അല്പസമയം കൊണ്ട് ആ വീട് ഒരു ചോരക്കളമായി. ഒട്ടും താമസിക്കാതെ ലൂസി 2 ശരീരങ്ങളും വലിച്ചുകൊണ്ട് വൈക്കോലിൽ മൂടിവെച്ചു. തിരക്കിട്ട് മുറികൾ വൃത്തിയാക്കി. ഒന്നും നടക്കാത്തതുപോലെ പെരുമാറാൻ തുടങ്ങി. മകൾ ബീനയുടെ കാര്യങ്ങൾ ചെയ്തു. വൈകുന്നേരം ഏറെ വൈകിയാണ് ടൂറ് കഴിഞ്ഞ് മാഷ് എത്തിയത്. ക്ഷീണം കാരണം മാഷ് കിടന്നുറങ്ങി. ലൂക്കായുടെ കൂടെയാണ് എന്നും പയസ് ഉറങ്ങുന്നത്. എന്നാൽ വീട്ടിലെത്തിയ പയസും നന്നേ ക്ഷീണിതനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പയസ് പോലും ലൂക്കായെ അന്വേഷിക്കാതിരുന്നത്. അന്ന് ജോസഫ് മാഷ് തന്റെ മക്കളെ കുറിച്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഒന്ന് നോക്കാൻ പോയിരുന്നെങ്കിൽ ഇത്രയും ദാരുണമായ സംഭവങ്ങൾ നടക്കില്ലായിരുന്നു. അന്ന് പയസ് തന്റെ ചേട്ടൻ എവിടെയെന്ന് അമ്മയോട് ചോദിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. എല്ലാവരും ഉറങ്ങുന്നത് വരെ ലൂസി നിശബ്ദമായി കാത്തിരുന്നു. അടുക്കളയിൽ നിന്നും വാക്കത്തിയെടുത്ത് ജോസഫ് മാഷിന്റെ അടുത്തേക്ക് വന്നു. താൻ അനുഭവിച്ച മാനസിക ശാരീരിക പീഡനങ്ങളെല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ട് അതിശക്തമായി പലതവണ ജോസഫ് മാഷിനെ അവൾ വെട്ടി. കൈയും കാലും കഴുത്തും മുഖവുമെല്ലാം പലതവണ. മാഷ് മരിച്ചെന്ന് ഉറപ്പായിട്ട് പോലും ലൂസി ആക്രമണം നിർത്തിയിരുന്നില്ല. ഒരു സമനില തെറ്റിയ പോലെ പലതവണ അവൾ ആ ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആ സ്ത്രീ അത്രമാത്രം അനുഭവിച്ചിരിക്കാം. അവളുടെ എല്ലാ പ്രതികാരവും ആ ശവത്തിൽ അവൾ തീർത്തു. പെട്ടെന്ന് പിറകിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയ ലൂസി കണ്ടത് താൻ ചെയ്ത എല്ലാ കാര്യവും കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന പയസിനെ ആയിരുന്നു. അമ്മ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയ പയസ് തിരിഞ്ഞോടി, അലറിക്കൊണ്ട്. ലൂസിയും പിറകെ ഓടി. അവൻ മറ്റുള്ളവരോട് പറയുമെന്നോർത്തവൾ കയ്യിലെ ആയുധം വെച്ച് താൻ പ്രസവിച്ച സ്വന്തം മകന്റെ തലക്കടിച്ചു. തൽക്ഷണം പയസ് മരിച്ചു വീണു. ഇപ്പോഴൊക്കെ ലൂസി വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ മറ്റൊരു വൈക്കോൽ കൂനയിൽ മാഷിന്റെ ശരീരം അവൾ കൊണ്ടെത്തിച്ചു. കൂടെ തന്റെ മകന്റെയും. താൻ ചെയ്ത പ്രവൃത്തി ഓർത്ത് കരഞ്ഞു കരഞ്ഞ് ലൂസി ഉറങ്ങിപ്പോയി. പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേട്ടാണ് അവൾ ഉണർന്നത്. അത് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ടീച്ചറായിരുന്നു. താക്കോൽ വാങ്ങാൻ വന്നതായിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ പല കള്ളങ്ങൾ പറഞ്ഞ് ലൂസി ടീച്ചറിനെ പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ലൂസി തന്റെ മകളെ കുറിച്ച് ഓർത്തത്. ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ലല്ലോ. ലൂസി മകളെ കിടത്തിയ കട്ടിലിൽ നോക്കി. കുട്ടി അവിടെയില്ല. കട്ടിലിന് താഴെ വീണ് ശരീരം തണുത്തു തുടങ്ങിയിരിക്കുന്നു. മകൾ മരിച്ചുവെന്ന സത്യം തിരിച്ചറിഞ്ഞ ലൂസിക്ക് എന്തു ചെയ്യണമെന്നറിയാതെയായി. വീട് വൃത്തിയാക്കി. മകളെ ഓർത്ത് അമ്മയ്ക്ക് വല്ലാത്തൊരു പശ്ചാത്താപം വന്നു തുടങ്ങി. അപ്രതീക്ഷിതമായ മകളുടെ വിയോഗം കൂടി ലൂസിയെ വല്ലാതെ തളർത്തി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്നും ഇപ്പോൾ തന്നെ ഇറങ്ങണം. അവൾ കയ്യിൽ കിട്ടിയ പണമെല്ലാം ഒരു പേഴ്സിലാക്കി. വീട്ടിൽ നിന്നും ഇറങ്ങാൻ നോക്കിയ അവൾക്ക് തന്റെ മകളെ ഈ വീട്ടിൽ തനിച്ചാക്കി ഇറങ്ങാൻ തോന്നിയില്ല. അവൾ ആ കുഞ്ഞിനെ എടുത്തിട്ട് ബാഗിൽ കുത്തി നിറച്ചു. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ആ സ്ത്രീക്ക് നിശ്ചയമില്ല. അപ്പോഴാണ് മാരിക പള്ളി അവൾ ശ്രദ്ധിച്ചത്. മകളെ അവിടെ ആക്കാം, മരിച്ചവർക്ക് വേണ്ടി ഒരു കുർബാനയും ചൊല്ലിക്കാം. അങ്ങനെയാണ് ലൂസി ആ പള്ളിയിലേക്ക് കയറിയത്. അപ്രതീക്ഷിതമായി പോലീസിന്റെ പിടിയിലായതും. വിചാരണയ്ക്കൊടുവിൽ കേരളം കണ്ട കൊടും കുറ്റവാളി ലൂസി എന്ന് കോടതി വിധി എഴുതി. അവർക്ക് വധശിക്ഷയും വിധിച്ചു. കേരളം രൂപീകരിച്ച ശേഷം വധശിക്ഷയ്ക്ക് വിധിച്ച ആദ്യത്തെ വനിത. ലൂസി തന്റെ മകളെയും കൊന്നതാണെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ അതിന് യാതൊരുവിധ തെളിവുകളും ലഭിച്ചില്ല. ഇത്രയും ആളുകളെ ഒരു സ്ത്രീക്ക്
ഇങ്ങനെ ബ്രൂട്ടലി കൊല്ലാൻ സാധിക്കുമോ? ഇതിന് ലൂസിയെ മറ്റാരോ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സംശയത്തിന് നിഴലിലായത് ലൂസിയുടെ സഹോദരനായിരുന്നു. പലതവണ ചോദ്യം ചെയ്തുവെങ്കിലും ലൂസിയുടെ സഹോദരനിലേക്ക് എത്താനുള്ള ഒരു തെളിവുകളും അന്ന് അവർക്ക് ലഭിച്ചില്ല. പിന്നീട് ജോസഫ് മാഷിനെയും 4 മക്കളെയും കൊന്നത് ലൂസി എന്ന് പോലീസ് വിധിയെഴുതി കേസ് ഫയൽ ക്ലോസ് ചെയ്തു. താൻ അനുഭവിച്ച പീഡനങ്ങൾക്കും മാനസിക പിരിമുറുക്കത്തിനും ലൂസി നൽകിയ അവസാന ശിക്ഷയായിരുന്നു ഈ കൊലപാതകങ്ങൾ. മനുഷ്യന്റെ സമനില നശിച്ചാൽ എന്തു ചെയ്യുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോഴുള്ള ആത്മഹത്യകളും ഇതിനുള്ള മറ്റൊരു വേർഷനാണ്. വധശിക്ഷയ്ക്ക് വിധിച്ച ലൂസി പിന്നീട് അപ്പീലിന് പോയി അത് ജീവപര്യന്തമായി മാറി. ശിക്ഷ കഴിഞ്ഞ് ലൂസിയെ സ്വീകരിക്കാൻ ഒരാളും മുന്നോട്ട് വന്നില്ല. ശേഷം കുറെ കാലം ഒരു അനാഥ മന്ദിരത്തിൽ അനാഥയായി അവർ നിന്നു. പിന്നീട് അവിടെ നിന്നും മറ്റെവിടേക്കോ ഓടിപ്പോയി. 1968 തന്റെ 32-ാം വയസ്സിൽ ചെയ്ത തെറ്റിന് മരണം വരെ ലൂസി ശിക്ഷ അനുഭവിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ തൂക്കുകയറിനേക്കാൾ വലിയൊരു ശിക്ഷ മരണം വരെ അവർ നെഞ്ചിലേറ്റി നടന്നിരിക്കാം. കുറ്റകൃത്യങ്ങളുടെ വേരുകൾ തേടിയുള്ള യാത്ര അവസാനിക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.